ഹായ് എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 മോഡൽ ബ്രസയുടെ LXi വേരിയൻ്റാണിത്. 10 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ മാരുതി സുസുക്കിയിൽ നിന്ന് കിട്ടുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കാർ ബ്രസയുടെ LXi വേരിയൻ്റാണ്. അതല്ലെങ്കിൽ 10 ലക്ഷം രൂപ താഴെ കിട്ടുന്ന കോമ്പാക്റ്റ് SUV സെഗ്മെൻറ്റിൽ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ, നാച്ചുറലി ആസ്പെക്റ്റഡ് പെട്രോൾ എഞ്ചിൻ വെച്ച് വരുന്ന ഒരേ ഒരു വാഹനവും നമ്മളുടെ ബ്രസയുടെ LXi വേരിയൻ്റാണ്. അപ്പോൾ ഈ വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ബ്രസയുടെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് നോക്കുമ്പോൾ നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെയുള്ള വേരിയൻറ്റുകളുടെ പ്രൈസും ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ബ്രസ LXi 9.5 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ആ ഒരു ബഡ്ജറ്റിന് ലഭിക്കുന്ന 1.5 ലിറ്റർ നാച്ചുറലി ആസ്പെക്റ്റഡ് പെട്രോൾ എഞ്ചിൻ വെച്ച് വരുന്ന ഒരേ ഒരു വാഹനം എസ്പെഷ്യലി മാരുതി സുസുക്കിയിൽ നിന്ന് ഈ ഒരു ബ്രസ മാത്രമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഗ്രാൻഡ് വിറ്റാര ആണെങ്കിലും വിക്ടോറിയസ് ഒക്കെ ആണെങ്കിലും ബേസ് വേരിയൻ്റ് എടുക്കണമെങ്കിൽ മിനിമം 12.5 ലക്ഷം രൂപയെങ്കിലും ബഡ്ജറ്റ് വരും. അതുപോലെ തന്നെ ഈ കോമ്പാക്റ്റ് SUV സെഗ്മെൻറ്റിൽ ഒരു 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പെക്റ്റ് പെട്രോൾ എഞ്ചിൻ വരുന്ന ഒരേ ഒരു വാഹനവും നമ്മളെ ബ്രസയാണ്. മറ്റെല്ലാ മാനുഫാക്ചേഴ്സിൻ്റെയും എല്ലാ വേരിയൻറ്റുകളും അല്ലെങ്കിൽ ബേസ് വേരിയൻറ്റുകളെല്ലാം മിക്കവാറും ടർബോ പെട്രോൾ എഞ്ചിനുകളാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബ്രസയുടെ ഇപ്പോൾ ബേസ് വേരിയൻറ്റ് തൊട്ട് ബേസ് LXi ആൻഡ് VXi എക്സാക്ട് സിമിലർ ലുക്കാണ് എക്സ്റ്റീരിയർ എന്ന് കൊടുത്തിരിക്കുന്നത്. ZXi ആൻഡ് ZXi പ്ലസ് ആണ് നമുക്ക് ഒരു LED ഹെഡ്ലൈറ്റ് പോലെയുള്ള സംഭവങ്ങൾ ലഭിക്കുന്നത്. നിങ്ങളൊരു ബ്രസ വാങ്ങിയിട്ട് ആക്സസറീസ് ചെയ്യാനുള്ള പ്ലാനാണെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് വേരിയൻറ്റും LXi ആണ്. കാരണം LXi ആൻഡ് VXi എക്സ്റ്റീരിയറിന് എക്സാക്ട് സിമിലർ ലുക്കാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഈ വേരിയൻറ്റിൻ്റെ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ റെഡ് കളർ അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് തരുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻസ് ഒക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് നമുക്ക് പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ പാർക്ക് ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും കാണാം. ഫുൾ ഹാലജൻ യൂണിറ്റാണ്. ഹെഡ്ലൈറ്റിനകത്തെല്ലാം നമുക്ക് ചെറിയൊരു ക്രോം ഇൻസൈറ്റ് കാണാനായിട്ട് പറ്റും. ഫോഗ് ലൈറ്റ് ഒന്നും ബേസ് വേരിയൻറ്റിൽ വരുന്നില്ല. ഈ പോർഷൻസിൽ നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഫോഗ് ലൈറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് പുറത്തു നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. നമുക്ക് ഫ്രണ്ടിലെ ആ ഒരു ബെമ്പറിൻ്റെ പോർഷൻസിലെല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. 200 mm ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു ക്രോം ഇൻസൈറ്റ് എല്ലാ വേരിയൻറ്റുകളും കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഹെഡ്ലൈറ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാ വേരിയൻറ്റുകളുടെയും സിമിലർ ലുക്കാണ് ഫ്രണ്ടിൽ നിന്ന് വരുന്നത്. ZXi ആൻഡ് ZXi പ്ലസിനേക്കാളും എനിക്ക് കുറച്ചും കൂടി പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ലുക്ക് ഈ ഒരു LXi ആൻഡ് VXi വേരിയൻറ്റിൻ്റെയാണ്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അലോയ് വീൽസ് പോലുള്ള സംഭവങ്ങളൊന്നും തന്നെ വരുന്നില്ല. പക്ഷേ നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ സെയിം ടയർ സൈസാണ് കൊടുത്തിരിക്കുന്നത്. 215/60R16 ആണ് ടയർ സൈസ്. അപ്പോൾ നിങ്ങൾക്ക് ബേസ് വേരിയൻറ്റ് മേടിച്ചിട്ട് അലോയ്സ് മാത്രം പർച്ചേസ് ചെയ്താൽ മതിയാവും. ടയറൊന്നും ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. ബേസ് വേരിയൻറ്റിൽ ബ്ലാക്ക് ഫിനിഷിലാണ് സ്റ്റീൽ വീൽസ് കൊടുത്തിരിക്കുന്നത്. ഒരു വീൽ കപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട്. വശങ്ങളിൽ ഒരു ബ്ലാക്ക് ക്ലാഡിങ് ചുറ്റുപുറം പോകുന്നത് കാണാം. ഒരു SUV ലുക്ക് തരാനായിട്ട് അത് സഹായിക്കും. ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിലാണ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡോർ ഹാൻഡിൽസ് എല്ലാം ബോഡി കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. നമുക്ക് ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റൂഫ് റെയിൽസ് ഒന്നും വരുന്നില്ല. നമുക്ക് ഷോറൂമിൽ നിന്ന് പുറത്തൊന്നും ആക്സസറി ആയിട്ട് ചെയ്യാം. ബാക്കിൽ ഷാർപ്പിൻ ആൻറ്റിന ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. നമ്മളുടെ B പില്ലറും C പില്ലറും നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ ക്വാർട്ടർ ഗ്ലാസ് കാണാം. ആ പോർഷൻ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയൻറ്റുകളുടെയും ബാക്കിൽ നിന്നുള്ള ലുക്ക് എക്സാക്ട് സിമിലറാണ്. ഫീച്ചേഴ്സിൽ മാത്രമാണ് ചെറിയൊരു ഡിഫറൻസ് വരുന്നത്. ഇതൊരു ബേസ് LXi വേരിയൻ്റാണ്. നമുക്ക് ബാക്കിൽ വൈപ്പറോ വാഷർ ഡിഫോക്കോ ഒന്നും തന്നെ വരുന്നില്ല. ഡിസൈൻ തന്നെ ചെറിയ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിൽ നമുക്ക് LED ടൈൽ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷൻ സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും. നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ് ഫുൾ ഹാലജനായിട്ടാണ് അവിടെ വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. ബാക്കിൽ 2 റിഫ്ലക്റ്റേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഒരു ബ്ലാക്ക് ഫിനിഷിൽ നമുക്ക് സ്കിഡ് പ്ലേറ്റിൻ്റെ പോർഷനും കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാഴ്സൽ ട്രേ നമുക്ക് ബേസ് വേരിയൻറ്റിൽ വരുന്നില്ല. പക്ഷേ നമുക്കൊരു സ്പെയർ വീല് കാണാനായിട്ട് പറ്റും. അത് സെയിം സൈസായിട്ടുള്ള വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. 330 ലിറ്ററാണ് ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. ഇപ്പോൾ ബേസ് വേരിയൻ്റ് തൊട്ടേ നമുക്ക് 60/40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ 2026 ആയിട്ടും ബ്രസയുടെ ബേസ് വേരിയൻറ്റിൽ ബാക്കിൽ ഹെഡ് റെസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നിങ്ങൾ പുറത്തു നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. പാഴ്സൽ ട്രേ നമുക്കൊരു 2000 രൂപ കൊടുക്കുകയാണെങ്കിൽ പാഴ്സൽ ട്രേയും ആക്സസറി ആയിട്ട് ചെയ്യാം. വേറെ ബൂട്ട് ലൈറ്റോ സംഭവങ്ങളോ ഒന്നും തന്നെ ബാക്കിൽ ബേസ് വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്കോ സെൻസർ സംഭവങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഡോർ ഹാൻഡിൽസ് നമുക്ക് ബോഡി കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് ഇൻറ്റീരിയർ. ഡോർ പാഡിലേക്ക് വന്നാലും ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. സോഫ്റ്റ് ടച്ച് ഒന്നുമില്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. സ്പീക്കർ ഗ്രില്ല് വരുന്നുണ്ട്. ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. അകത്തെ ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിലാണ്.
ഒരു ബ്ലാക്ക് ഫിനിഷിലുള്ള ഫാബ്രിക് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ബേസ് വേരിയൻ്റ് വരുന്നില്ല. മാനുവൽ വേരിയൻ്റ് ആണ് ബേസ്, എന്നാലും ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. നമുക്കൊരു ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇതാണ് കീ വരുന്നത്, ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടിയ കീ ആണ് കൊടുത്തിരിക്കുന്നത്. മാരുതിയുടെ ആ ഒരു സെയിം കീ തന്നെ, മാറ്റങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ പുതിയ ബ്രസയുടെ അപ്ഡേറ്റ് വരുന്നുണ്ട്, അപ്പോഴെങ്കിലും ചെറിയ മാറ്റങ്ങൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ബ്രസ ബേസ് LXI വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ്. അതാണ് ബ്രസ ബേസ് വേരിയൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ കോമ്പറ്റീഷനിൽ വരുന്ന വെന്യൂലൊക്കെ അപ്ഡേറ്റ് വന്നപ്പോൾ ഇൻറ്റീരിയർ ബേസ് വേരിയൻ്റ് ആണെങ്കിലും അത്യാവശ്യം ഫീച്ചർ ലോഡഡ് ആയിട്ടാണ് വരുന്നത്. ബ്രസയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീല് കാണാം. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിയറിംഗ് വീലിൽ മറ്റ് കൺട്രോൾസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇടതുവശമായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പേഴ്സ് ഒന്നും വരുന്നില്ല. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് ആ ഒരു പഴയ കണ്ടു മറന്ന സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്പീഡോമീറ്റർ, RPM മീറ്റർ അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അത് കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു നീഡിൽ നമുക്ക് സ്റ്റിയറിംഗ് വീല് തന്നെ കൊടുത്തിരിക്കുന്നു. ആവറേജ് ഫ്യൂവൽ, ഡിസ്റ്റൻസ് ടു MT, അങ്ങനെ ബേസിക് ആയിട്ട് ഇൻഫർമേഷൻസ് മാത്രമാണ് വരുന്നത്. ഇപ്പോൾ നമുക്കൊരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ പോലും ബേസ് വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അതും നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നു, ഒന്നും തന്നെ വരുന്നില്ല. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഹസാർഡ് ലൈറ്റ് കാണാം. AC വെൻസിനകത്തൊരു ചെറിയ ക്രോം ടച്ച് വരുന്നുണ്ട്. മാനുവൽ AC കൺട്രോൾസാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. മാനുവൽ ഗിയർ ലിവർ കാണാം. ഗിയർ ലിവർ എന്താണെങ്കിലും ആ ടോപ്പ് പോർഷൻ ഒരു ഗ്ലോസി ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹാൻഡ് ബ്രേക്ക് കാണാം. സെൻറ്റർ ആംറസ്റ്റ് കാര്യമൊന്നും തന്നെ വരുന്നില്ല. ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ്, മിററോ സംഭവങ്ങളൊന്നുമില്ല. മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs, ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് എന്ന് പറയാം. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് ബ്രസയുടെ. നിങ്ങൾ ഈ വാഹനം മേടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 50,000 തൊട്ട് 1,00,000 രൂപ വരെയുള്ള ആക്സസറീസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഒരു അപ്ഡേറ്റ് ബ്രസയിൽ വരുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചൊരു ബ്രസ വരുന്നത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഡോർ പാഡ് നമുക്ക് സോഫ്റ്റ് ടച്ച് ഒന്നുമില്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിൽ കാണാം. അകത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിലേക്കും AC വെൻസ് ബേസ് വേരിയൻ്റായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചാർജിങ് പോർട്ടോ സംഭവം തന്നെ വരുന്നില്ല. ഐസോഫിക് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് കാണാം മൊട്ട അടിച്ച പിള്ളേരെ പോലെയാണ് ഇരിക്കുന്നത്. ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ ബേസ് വേരിയൻറ്റിൽ വരുന്നില്ല. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. കാലെല്ലാം അകത്ത് കയറ്റി വെച്ച് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും നമുക്ക് ഏകദേശം ഒരു 12 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് ബ്രസയിൽ യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. 2 വശത്തും ഹുക്ക് കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ ഒരു സേഫ്റ്റിയുടെ ഇഷ്യൂ ആയിട്ടാണെങ്കിലും ബ്രസയിൽ ബേസ് വേരിയൻ്റ് തൊട്ട് ബാക്കിൽ ഹെഡ് റെസ്റ്റ് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് പല സമയത്തും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനിയൊരു അപ്ഡേറ്റ് വരുമ്പോഴെങ്കിലും മാരുതി അത് ശ്രദ്ധിക്കും. ബേസ് വേരിയൻ്റ് തൊട്ട് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് വരുന്ന ബാക്കിലെ ഹെഡ് റെസ്റ്റ് ഉൾപ്പെടുത്തും എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ബ്രസയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയൻ്റ് തൊട്ട് ഇപ്പോൾ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് ബേസ് വേരിയൻ്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്ലോബൽ NCAPൽ 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയൊരു വാഹനമാണ് ബ്രസ. അതുകൊണ്ട് അത്യാവശ്യം സേഫസ്റ്റ് കാറായിട്ട് തന്നെ ഫീൽ ചെയ്യും. ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വരുമ്പോൾ ഭാരത് NCAP ഒക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 സ്റ്റാർ കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നമുക്ക് ഈ ബേസ് LXI വേരിയൻറ്റിൽ മാനുവൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒരു 5 സ്പീഡ് മാനുവലാണ്. എഞ്ചിൻ എല്ലാ വേരിയൻറ്റുകളും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. 1.5 ലിറ്റർ നാച്ചുറലി ആസ്പെക്ട് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. ഒരു 103 HP പവറും 140 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഡീസൻറ്റ് പവർഫുൾ ആയിട്ടുള്ള നാച്ചുറലി ആസ്പെക്ട് എഞ്ചിനാണ്. എഞ്ചിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വാഹനം സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണ്. വളരെ സൈലൻ്റ് ആണ്, വളരെ ക്വയറ്റാണ്. പല സമയത്തും ഞാൻ എൻ്റെ ബ്രസ് ഉപയോഗിച്ച സമയത്ത് എനിക്ക് ഫേസ് ചെയ്തിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. നമ്മൾ വാഹനം ഓൺ ആണോ എന്ന് പല പ്രാവശ്യം കീ വീണ്ടും തിരിച്ചു നോക്കും. അത്രയ്ക്ക് സൈലൻ്റ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ്, വളരെ ക്വയറ്റാണ്. ഇപ്പോൾ നമ്മളുടെ VXI വേരിയൻ്റ് തൊട്ടേ നമുക്ക് ഒരു 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. അപ്പോൾ ബ്രസ പോലെയുള്ള വാഹനങ്ങൾ എടുക്കുമ്പോൾ മാനുവൽ അത്ര ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർ മാത്രം LXIയിലേക്ക് പോവുക. അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക് തന്നെ എടുക്കണമെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ബ്രസയുടെ ബെസ്റ്റ് വേരിയൻറ്റ് ZXi ഓട്ടോമാറ്റിക് ആണ്. ബ്രസയിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റും ZXi ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. പിന്നെ ബ്രസയിൽ നമുക്ക് മൈലേജ് നോക്കുന്നവർക്കൊരു CNG അവൈലബിൾ ആണ്. പക്ഷേ CNGയുടെ മെയിൻ പ്രശ്നം തന്നെ ബൂട്ട് സ്പേസ് ആണ്. ആ ബൂട്ടിൽ ആണ് നമുക്ക് ആ ഒരു CNGയുടെ ടാങ്ക് വരുന്നത്. CNG എടുക്കുന്നവർക്ക് ബൂട്ട് സ്പേസിൽ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും.
ഈ വാഹനത്തിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ബേസ് LXi വേരിയൻറ്റ് 9.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ബ്രസയ്ക്ക് ഈ ഏപ്രിൽ മാസത്തിൽ 30,000 രൂപ വരെ ഓഫർ വരുന്നുണ്ട്. 15,000 രൂപയുടെ കൺസ്യൂമർ ഓഫറും 15,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അങ്ങനെയാണ് മൊത്തം 30,000 രൂപ ഓഫർ ലഭിക്കുന്നത്. ഈ ഓഫറിന് ശേഷമുള്ള LXi വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസാണ് 9.5 ലക്ഷം രൂപ. സെക്കൻഡ് വേരിയൻ്റ് VXiയിലേക്ക് പോയി കഴിഞ്ഞാൽ VXi മാനുവൽ 10,65,000 രൂപയും VXi ഓട്ടോമാറ്റിക് 12.5 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ബ്രസ ലോഞ്ച് ചെയ്ത സമയത്ത് ഞാൻ എടുത്തപ്പോൾ എനിക്ക് 10,90 എങ്ങാണ്ട് വന്നിരുന്നു ബേസ് വേരിയൻറ്റിന്. കാരണം ആ സമയത്ത് പിന്നെ റീസെൻ്റ്ലി ആണല്ലോ GST കട്ട് സംഭവങ്ങളൊക്കെ വന്നത്, അതുകൊണ്ടാണ് പ്രൈസ് അത്രയും കുറഞ്ഞ് നിൽക്കുന്നത്. ഇനി മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് പറയുന്നത് ZXi വേരിയൻ്റ് ആണ്. ZXi മാനുവൽ 12.5 ലക്ഷം രൂപ, 12,30,000 രൂപ. ZXi ഓട്ടോമാറ്റിക് ആണെങ്കിൽ 13,90,000 രൂപ. ആ ബഡ്ജറ്റിന് 14 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിന് ബ്രസയുടെ ZXi ഓട്ടോമാറ്റിക് പക്ക വാല്യൂ ഫോർ മണിയാണ്. അതിന് വേറെ കൺസേൺസ് ഒന്നും പറയാനില്ല. ബെസ്റ്റ് കാർ എന്ന് തന്നെ പറയാം സെഗ്മെൻറ്റിൽ. പിന്നെ ടോപ്പ് എൻഡ് വരുന്ന ZXi പ്ലസ് വേരിയൻ്റ് ആണ്. മാനുവലിന് 13,60,000 രൂപയും ഓട്ടോമാറ്റിക്കിന് 15,20,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതല്ല റെഗുലർ വ്യൂവേഴ്സാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പറയണമെന്ന് യൂട്യൂബ് തന്നെയാണ് നമ്മളോട് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാരുതി റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മൂവാറ്റുപുഴയിലുള്ള പോപ്പുലർ ഹ്യുണ്ടായുടെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ബ്രസ എന്നല്ല, മാരുതിയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാലും എക്സിസ്റ്റിംഗ് ഓണർ ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.